ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 12-ാം അധ്യായം. മോശെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശെ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും, നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്ന് അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തു, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞതെന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിര്യാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹരോൻ മിര്യാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയെന്ന് കണ്ടു. അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തുപോയ ഈ പാപം ഞങ്ങളുടെ മേൽ വയ്ക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിള്ളയെപ്പോലെ ഇവൾ ആകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം, പിന്നത്തേതിൽ അവളെ ചേർത്തുകൊള്ളാം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. അതിൻ്റെ ശേഷം ജനം ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. ഒരു കുടുംബത്തിലെ ഇളയവനായിരുന്നു മോശെ. മിര്യാമും അഹരോനും അവൻ്റെ മൂത്തതാണ്. എന്നാൽ ദൈവം മോശയെയാണ് ഇസ്രയേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ മോശയുടെ ജനന സമയത്ത് മിസ്രൈമിൽ ഒരു എബ്രായ ബാലന് വളരുക എന്നത് അസാധ്യമായിരുന്നു. വളരെ അത്ഭുതകരമായി ദൈവം മോശയെ സൂക്ഷിച്ചു. അതിന് അവൻ്റെ മൂത്ത സഹോദരിയായിരുന്ന മിര്യാം ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് ആ കഥ അറിയാം. അതുകൊണ്ട് മോശയുടെ ജ്യേഷ്ഠ സഹോദരി, മോശയുടെ ജ്യേഷ്ഠൻ എന്നീ അവകാശങ്ങൾ മിര്യാമിനും അഹരോനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോശ ഒരു വിവാഹം കഴിച്ചപ്പോൾ അതിൽ അവർക്കുള്ള താല്പര്യവും താല്പര്യക്കേടും അവർ പ്രകടമാക്കി. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു കൂശ്യ സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നു. ഈ സ്ത്രീയെക്കുറിച്ച് വേറെ എവിടെയും നമ്മൾ വായിക്കുന്നില്ല. പിന്നെ ആകെക്കൂടെ കൂശ്യ സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യം കറുത്ത നിറമാണ്. കൂശ്യന് തൻ്റെ ത്വക്ക് മാറ്റാൻ കഴിയുകയില്ല എന്ന് പ്രവചന പുസ്തകത്തിലുണ്ടല്ലോ. എബ്രായർ, കാര്യം അവർ അടിമകളാണെങ്കിലും അവർ കറുത്തവരല്ല. ഇന്ത്യക്കാരെ പോലെ ഒക്കെ കുറച്ച് വെളുത്ത നിറം കലർന്നവരാണ് യഹൂദന്മാർ.
ഈ വിവാഹം നടന്നതുകൊണ്ട് അഹരോനും മിര്യമും മോശയ്ക്കെതിരെ സംസാരിച്ചു, വിരോധമായി സംസാരിച്ചു. ഇവർ സംസാരിച്ചത് മോശ ഈ വിവാഹം കഴിച്ചത് ശരിയായില്ല എന്നല്ല, മറിച്ച് അവർ പറഞ്ഞത്, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ? ഇവിടെ ദൈവം മോശയോടും അഹരോനോടും മിര്യാമിനോടും സംസാരിച്ച കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. പക്ഷേ അവർക്കിഷ്ടപ്പെടാത്ത കാര്യം, അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നത് മോശ കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചതിനെക്കുറിച്ചാണ്. ഇത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. അവർക്കൊരു കാര്യം പറയണം, പക്ഷേ അത് നേരിട്ട് പറയാതെ മറ്റ് ചില കാര്യങ്ങളാണ് അവർ പറയുന്നത്. പലപ്പോഴും ആളുകൾ ചില പ്രത്യേക തരത്തിൽ പ്രതികരിക്കുന്നത് ആ പ്രതികരണമല്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യമല്ല അതിൻ്റെ കാരണം. അതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും ഒരു കാരണം കാണും. ഈ അടുത്തയിടെ ഒരാളൊരു സംഭവം പറഞ്ഞു. ഒരു ഭാര്യ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെടുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഭർത്താവിനോട് പറഞ്ഞു. അതയാൾ ചെയ്തില്ല, അതുകൊണ്ട് വിവാഹമോചനം. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാഞ്ഞതുകൊണ്ടല്ല വിവാഹമോചനം, അതിൻ്റെ പുറകിൽ വേറെ കാരണങ്ങളുണ്ട്. ഇത് അതിൻ്റെ ബാഹ്യമായൊരു പ്രകടനം മാത്രമാണ്. അതുപോലെ ഇവരുടെ പ്രശ്നം മോശ അവർക്കിഷ്ടമില്ലാത്ത ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നതാണ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങളിലൂടെയും ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. മോശയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? നമുക്ക് ഒരാളോട് ഒരു നീരസം തോന്നിയാൽ അത് ആളോട് നേരിട്ട് പറയുന്നതാണ് നല്ലത്. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ, എന്ത് നമുക്ക് തോന്നുന്നുവോ ആ കാര്യം ആ ആളോട് നേരിട്ട് പറയുക. ഇവർക്ക് പറയാമായിരുന്നു, നീ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അതിന് പകരം അവർ ചെയ്തത്, മോശയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? അതിലവർ ചെയ്തത്, ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശയെ തിരഞ്ഞെടുക്കാൻ മാത്രം ദൈവം മോശയിൽ എന്താണ് ഇത്ര പ്രത്യേകത കണ്ടത്? ഇതാണ് അവരുടെ ചോദ്യം. അവർ വാസ്തവത്തിൽ ദൈവത്തെയാണ് കുറ്റം പറയുന്നത്. ദൈവം ഒരു മിസ്റ്റേക്ക് ചെയ്തു, ദൈവം ഒരിക്കലും മോശയെ തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. ഇതാണ് അവരുടെ വാദം. നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തിട്ട് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്താണ്, അതിനെക്കുറിച്ച് സംസാരിക്കണം. അല്ലാതെ അതിനെ പൊതിഞ്ഞു വച്ചിട്ട് മറ്റൊരു കാര്യം സംസാരിക്കരുത്. ഇനി ഈ പറഞ്ഞ കാര്യം, അഹരോനും മിര്യാമും പറഞ്ഞ കാര്യം ദൈവം കേട്ടു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് മോശയും കേട്ട് കാണും. പക്ഷേ മോശ പ്രതികരിച്ചിട്ടേയില്ല. ഞാനത് പറയാൻ കാരണം, 3-ാമത്തെ വാക്യത്തിൽ മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ദൈവം അത് കേട്ടു. മോശ കേട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നു, ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. ഒരാൾക്ക് വിനയമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ തിരിച്ചറിയും, വിനയമുള്ള ആളാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ ഒരാൾക്ക് വിനയമുണ്ടെന്ന് ആ ആൾ തന്നെ തിരിച്ചറിഞ്ഞാലോ? നമ്മൾ പറയും, വിനയമുണ്ട് എന്നൊരാൾക്ക് തോന്നിത്തുടങ്ങിയാൽ, അയാൾക്ക് തന്നെ തോന്നിത്തുടങ്ങിയാൽ അയാളുടെ വിനയം നഷ്ടപ്പെട്ടു. അയാളുടെ വിനയത്തെക്കുറിച്ച് അഹങ്കാരമുള്ളവനായി മാറി, അയാൾ വിനയമില്ലാത്തവനായി മാറി. ഞാനത് പറയാൻ കാരണം, ഈ സംഖ്യാപുസ്തകം എഴുതിയത് മോശയാണ്. അപ്പോൾ മോശ തന്നെ മോശയെക്കുറിച്ച് എഴുതുകയാണ്. മോശ എന്ന പുരുഷനും ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നും, മോശ സൗമ്യനാണെങ്കിൽ മോശയെക്കുറിച്ച് തന്നെ അങ്ങനെ എഴുതുമോ? മോശയുടെ സൗമ്യത അപ്പോൾ ഇല്ലാതായില്ലേ? ഇല്ല, അതിനൊരു കാരണമുണ്ട്. ഇത് മോശയല്ല എഴുതിയത്. തെറ്റിദ്ധരിക്കരുത്, ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതാൻ ദൈവം മോശയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇത് ദൈവനിശ്വസ്തമായ തിരുവെഴുത്താണ്. എന്ന് വെച്ചാൽ ദൈവം മോശയെ കൊണ്ട് എഴുതിച്ചതാണ്. മോശ സ്വന്തം ഇഷ്ടപ്രകാരം സംഖ്യാപുസ്തകം എഴുതുകയായിരുന്നെങ്കിൽ ഇത് എഴുതുകയില്ലായിരുന്നു. ദൈവം മോശയെ കൊണ്ട് എഴുതിച്ചതാണെന്നുള്ളതിൻ്റെ തെളിവാണ് മോശയെക്കുറിച്ച് തന്നെ
സകല മനുഷ്യരിലും അതിസൗമ്യനായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം ദൈവനിശ്വസ്തമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മോശയെക്കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. ദൈവം കേട്ടു, മോശയും കേട്ടു, പക്ഷേ മോശ പ്രതികരിച്ചില്ല. പലപ്പോഴും ആളുകൾ നമ്മെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രതികരിക്കും. നമുക്ക് നമ്മെ തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള വ്യഗ്രത കൂടുതലാണ്. എന്നാൽ മോശ അത് ചെയ്തില്ല. അതാണ് മോശയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത. ഇതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.